പിന്നെ രാവിലെ വെള്ളം അടിച്ചിട്ട് വന്നിട്ട് ആ ഹാങ് ഓവറിൽ നിൽക്കുമ്പോൾ യാത്രക്കാരോട് സ്ത്രീകളോടും പുരുഷന്മാരോടൊക്കെ മോശമായി പെരുമാറുക, അതൊക്കെ മാറിയിട്ടുണ്ട്. KSRTC വന്ന വരുമാനം 15,23,000 രൂപയാണ്. ആലോചിക്കാം. പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളുകാരെ വൈറ്റത്ത് ഗണേഷ് കുമാർ അടിച്ചെന്നാണ് പറഞ്ഞത്. നിങ്ങൾ സ്വിഫ്റ്റിലെ ഡ്രൈവർമാരോട് വരുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടത് മെസ്സേജ് തരും, മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക. ഇപ്പൊ KSRTC 3500 ബസ് ഓടുന്ന KSRTC ഉള്ളതിനേക്കാൾ 500-ൽ താഴെ ബസ് ഓടുന്ന സ്വിഫ്റ്റുകാരാണ് കൊലപാതകങ്ങൾ കൂടുതൽ നടത്തുന്നത്, റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. ആദ്യത്തെ ബാച്ചിൽ പഠിച്ച കുട്ടികളുടെ ലൈസൻസ് വിതരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇനി എല്ലാ തവണയും ഇത് ഉണ്ടാവില്ല, ആദ്യത്തെ ഒരെണ്ണം. കാരണം ഞാൻ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഇവിടെ നിന്ന് വണ്ടി ഓടിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഡ്രൈവിംഗ് പഠിച്ചേച്ച് ലൈസൻസ് എടുത്തതിന് ശേഷം പിന്നെ വണ്ടി ഓടിക്കാൻ വേറെ പൈസ ചിലവാക്കുന്ന പരിപാടിയില്ല. അന്ന് ഞാൻ ഇത് പറയുമ്പോൾ പലരും, പല രാഷ്ട്രീയ പ്രവർത്തകരും പല മാധ്യമ പ്രവർത്തകരും പറഞ്ഞു, പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളുകാരെ വയറ്റത്തടിച്ചു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ഈ ചാർജ് കുറച്ച് നല്ല രീതിയിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ KSRTC തീരുമാനിച്ചു. മറ്റുള്ളവർ വാങ്ങിയിരുന്നതിനേക്കാൾ കുറച്ച് പൈസ വാങ്ങിക്കൊണ്ട്, ഫീസ് ഈടാക്കിക്കൊണ്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ഹെവി വെഹിക്കിൾ അടക്കമുള്ള ലൈസൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലെ 40 പേര് പരീക്ഷയിൽ പങ്കെടുത്തു. ഒരു ദിവസം 40 ലൈസൻസാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുവേണ്ടി ഒരു പ്രത്യേക പരീക്ഷ വെച്ചപ്പോൾ അതിൽ 34 പേരും വിജയിച്ചു. 6 പേർക്കാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അടുത്ത ടെസ്റ്റിൽ അവർ കയറി വരും. 36 പേര് നമ്മുടെ ആദ്യത്തെ ബാച്ചിൽ തന്നെ വിജയിച്ചു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. അതിൽ നിങ്ങൾ ആലോചിക്കണം, 182 പേർക്കാണ് പ്രവേശനം നൽകിയിരിക്കുന്നത്. അതിൽ 36 പേര് ഇന്ന് പുറത്തേക്ക് പോകുന്നു. ബാക്കിയുള്ളവർ ട്രെയിനിങ്ങിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളുകാരെ വയറ്റത്തടിച്ചു എന്ന് പറഞ്ഞ് പാവപ്പെട്ടവരാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ കാര്യം പറയാം. 182 പേരെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പഠിപ്പിച്ചപ്പോൾ KSRTC വന്ന വരുമാനം 15,23,000 രൂപയാണ്. ആലോചിക്കാം. പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളുകാരെ വൈറ്റത്ത് ഗണേഷ് കുമാർ അടിച്ചെന്നാണ് പറഞ്ഞത്. ഇതാണ് ഇവിടെ നടന്നത്. ഇതിനേക്കാൾ കൂടുതൽ പണം വാങ്ങി, ഇതിനേക്കാൾ തല്ലിപ്പൊളി വാഹനം ഉപയോഗിച്ച് തോന്നിയതുപോലെ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയും അത് വണ്ടി ഓടിക്കാൻ കൊള്ളാതാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടും അപ്പം എന്തായിരിക്കും ലാഭം? വരുമാനം ഏതാണ്? ഈ വരുമാനത്തിൽ സ്റ്റാഫിന്റെ ശമ്പളവും വണ്ടിയുടെ ഡീസലും, പുതിയ വണ്ടിയാണ് വാങ്ങിച്ചത്, പുതിയ ബൈക്ക്, പുതിയ ബസ്, കാർ, അതെല്ലാം പുതിയതാണ്. ബസ് ഒഴിച്ചെല്ലാം പുതിയതാണ്. ബസ് മാത്രമേ ഉള്ളൂ ഒരു പഴയ വണ്ടി, KSRTC വണ്ടി ഓടുന്നത്. പക്ഷെ ബാക്കിയെല്ലാം പുതിയതാണ്. എല്ലാ സംവിധാനങ്ങളും പുതിയതായി സ്ഥാപിച്ചിരിക്കുകയാണ് ട്രെയിനിങ് സെന്ററിൽ. മാത്രമല്ല തിയറി ക്ലാസ്സുകളുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ ഇവരെ പാഠങ്ങൾ പഠിപ്പിക്കാൻ വന്നിരുന്നു. അവര് നിയമത്തെക്കുറിച്ചുള്ള അവബോധം കുട്ടികൾക്കുണ്ടാക്കി. അങ്ങനെയെല്ലാം ചെയ്തിട്ടും കുറഞ്ഞ ഫീസ് വാങ്ങിയിട്ട് നമുക്ക് 15,20,000 എങ്ങനെ പോട്ടെ, ഒരു കണക്കനുസരിച്ച് ഇതിലൊരു 6 ലക്ഷം 7 ലക്ഷം രൂപ നമ്മൾ ചെലവെന്ന് കഴിഞ്ഞിരുന്നത്. അപ്പൊ പിന്നെയും ബാക്കിയുണ്ടല്ലോ. ഈ 15 ലക്ഷത്തിൽ 7 പോയി കഴിഞ്ഞാൽ പിന്നെ 8 എടുത്തോ, ബാക്കി കിടപ്പുണ്ടല്ലോ 7 ലക്ഷം. അപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ നഷ്ടമാണ് എന്ന് എല്ലാവരും മനസ്സിലായത്. ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന പാവങ്ങളാണ്, അവരെ പൈളക്കടിക്കുകയാണ്. നന്നായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കില്ല എന്ന ഭാഷയാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒറ്റക്കെട്ടായി നല്ലൊരു ലൈസൻസ് എന്ന മുദ്രാവാക്യത്തിന് കൂടെ നിന്നു. അത് ഇന്ന് കേരളത്തിൽ നടപ്പിലായി. കാരണം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂളുകളിൽ നമ്മൾ ടെസ്റ്റ് നടക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും 40 പേർക്കാണ് ടെസ്റ്റ് നടത്തുന്നത്. ചില സ്ഥലങ്ങളിൽ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് 2 സെറ്റ് ഉദ്യോഗസ്ഥന്മാരെ, എൻഫോഴ്സ്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ അവിടെ കൊണ്ടുവന്ന് 2 ടെസ്റ്റ് 80 സെറ്റ്സ് വരെ ഒരു സ്ഥലത്ത് പല സ്ഥലങ്ങളും നടക്കുന്നുണ്ട്. ചില സ്ഥലത്ത് പിന്നെയും 40 ടെസ്റ്റ് കൂടെ നടത്തി കൊടുക്കുന്നുണ്ട്. അതിൽ 5 എണ്ണം വീതം പ്രവാസികൾക്കാണ്. പ്രവാസികൾ വന്നില്ലെങ്കിൽ അവർക്കും പകരവും തോറ്റവർക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ചെയ്തിട്ടും എല്ലാ സ്ഥലത്തും പരീക്ഷയിൽ പരമാവധി ജയിക്കുന്നത് 50% താഴെയാണ്. 48 മുതൽ 50% വരെയാണ് ആവറേജ് വിജയം. ഒരിടത്തും 50-ൽ കൂടുതൽ ആളുകൾ ഒരു ദിവസം ജയിക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ശരിയായി ഡ്രൈവിംഗ് പഠിച്ചവർ മാത്രം പുറത്തേക്ക് വരുന്നു. ഒരു 40 പേര് പങ്കെടുക്കുന്നതിൽ 20 പേരെ ജയിക്കുന്നുള്ളൂ പരമാവധി ഒരു RTO ഓഫീസർ. അപ്പൊ 20 പേര് ഫെയിൽ ആവുകയാണ്. അവർ പിന്നെ അടുത്ത ടെസ്റ്റിന് വരും. അപ്പൊ അവർക്ക് സ്ലോട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇപ്പൊ സ്ലോട്ട് വർദ്ധിപ്പിച്ചു. കാരണം 10 പരാജയപ്പെട്ടവർക്ക് വീണ്ടും എഴുതാൻ 10 സ്ലോട്ട് ആയിരുന്നത് അത് കഴിഞ്ഞ ആഴ്ച മുതൽ 20 ആക്കി കൊടുക്കുന്നു. 20 പേർക്ക് പരാജയപ്പെട്ടവർക്ക് വീണ്ടും, കാരണം ഈ ബാക്ക്ലോഗ് തീർക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നല്ല നിലവാരമുള്ള ലൈസൻസ് ഉണ്ടാകുന്നത്. ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഏത് കുട്ടിയോട് നിങ്ങൾക്ക് ചോദിക്കാം, അന്തസ്സായിട്ട് അവർ കാർ ഓടിച്ച് അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ച് പുറത്തേക്ക് പോകും. അപ്പൊ ആക്സിഡന്റുകൾ കുറയും. നിങ്ങൾക്ക് ആക്സിഡന്റ് കുറഞ്ഞതിന്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. KSRTC ജീവനക്കാരുടെ മദ്യപാനം പരിശോധിച്ചതിൽ മാത്രം
48 അപകടം ഒരാഴ്ചയിൽ നടക്കുമായിരുന്നു. ശരാശരി 48 മുതൽ 40, 42, 48, 46 അങ്ങനെ പോകും. അങ്ങനെ 40-ന് മുകളിലാണ്. പരമാവധി താഴോട്ട് വന്നാൽ 38, അതിന് താഴോട്ട് വരാറില്ല. ഇപ്പോൾ ഈ ഒരു പദ്ധതി ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് ഡ്രൈവറെയും മറ്റും പരിശോധിക്കുന്ന ഒരു പദ്ധതി വന്നതിന് ശേഷം ഒരാഴ്ചയിൽ KSRTC അപകട മരണം, KSRTC സ്വിഫ്റ്റും കൂടെ ചേർത്ത് അപകട മരണത്തിന്റെ എണ്ണം 8, 7, 6, 9 ഇങ്ങനെയാണ് പോകുന്നത്. ഇതാണ് കണക്ക്. പക്ഷെ ഈ ഒരു പരിഷ്കാരം വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം പരിശോധനയിൽ മദ്യപിച്ച ഒരാളെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നലെ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹം 3 മാസം വഴി നിൽക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കർശനമായി നടപ്പിലാക്കിയപ്പോൾ KSRTC വാഹനങ്ങൾ ഇടിച്ചുള്ള മരണം 2103 ഈ ലെവലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് 3 പേര് മരിച്ച ദിവസങ്ങളുണ്ട്, 0 ആളുകൾ, ആരും മരിക്കാത്ത നല്ല ദിവസം ആഴ്ചകളുണ്ട്. നല്ല ഒരാഴ്ചയിലെ കണക്കാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ 2, 3 ഈ പറയുന്ന പോലെ 7, 8 എന്നുള്ള കണക്കിൽ നിന്ന് താഴോട്ട് വരികയും മരണസംഖ്യ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു മരണം സംഭവിക്കുമ്പോൾ KSRTCക്ക് നഷ്ടപ്പെടുന്നത് 1.5 കോടി രൂപയാണ്. കാരണം ഇത് വർഷങ്ങളോളം കേസ് പറയുന്നുണ്ട്. വക്കീലിന്റെ ഫീസും കേസും നടപടിയും ഒടുവിൽ MACT വിധിയും അതിന്റെ പലിശയുടെ പലിശയും ചേർത്ത് എങ്ങനെ പോയാലും 1.5-2 കോടി രൂപ KSRTCക്ക് പോകും. അപ്പൊ 7 മരണത്തിൽ നിന്നും 1 മരണത്തിലേക്കും അത് 0-ത്തിലേക്കും വന്നു എന്ന് പറയുമ്പോൾ എത്ര കോടി രൂപയാണ് KSRTC വരും കാലങ്ങളിൽ ലാഭിച്ചത് നമ്മൾ ആലോചിക്കുന്നത്. പിന്നെ രാവിലെ വെള്ളം അടിച്ചിട്ട് വന്നിട്ട് ആ ഹാങ് ഓവറിൽ നിൽക്കുമ്പോൾ യാത്രക്കാരോട്, സ്ത്രീകളോടും പുരുഷന്മാരോടൊക്കെ മോശമായി പെരുമാറുക, അതൊക്കെ മാറിയിട്ടുണ്ട്. അത്തരം പരാതികൾ കുറഞ്ഞു. പക്ഷേ എങ്കിലും സ്വിഫ്റ്റിന്റെ ഒരു ഓഫീസിന്റെ മുറ്റത്ത് വെച്ച് പറയുന്നുണ്ട്, ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നതും മര്യാദകേടായി പെരുമാറിയതിന്റെ പേരിൽ പരാതി ലഭിക്കുന്നതും സ്വിഫ്റ്റിലെ ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയാണ് എന്നുള്ളതാണ്. അത് ലജ്ജാകരമാണ്. ഞാൻ കർശനമായി പറയുന്നു. ഇന്ന് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഈ സ്വിഫ്റ്റിലെ ആൾക്കാർക്ക് വേണ്ടി മാത്രം. ആ വീഡിയോ KSRTCയുടെ സോഷ്യൽ മീഡിയയിൽ വരും. അത് കണ്ടതിന് ശേഷം മേലിൽ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. നിങ്ങൾ സ്വിഫ്റ്റിലെ ഡ്രൈവർമാരോട് വരുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട മെസ്സേജ് തരും, മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക. ഇപ്പൊ KSRTC 3500 ബസ് ഓടുന്ന KSRTC ഉള്ളതിനേക്കാൾ 500-ൽ താഴെ ബസ് ഓടുന്ന സ്വിഫ്റ്റുകാരാണ് കൊലപാതകങ്ങൾ കൂടുതൽ നടത്തുന്നത്, റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ മര്യാദയില്ലാത്ത പെരുമാറ്റം, യാത്രക്കാരോട് മര്യാദയില്ലാത്ത കണ്ടക്ടർ കം ഡ്രൈവർ വളരെ സൂക്ഷിക്കുക. പരാതിയിന്മേൽ അതിശക്തമായ നടപടികളാണ് ഉണ്ടാകുന്നത്. കുറച്ചുകൂടി മാന്യമായി. ഇപ്പൊ KSRTC ജീവനക്കാർ, സ്ഥിരം ജീവനക്കാർ, അവരെ പിരിച്ചുവിടാൻ പറ്റത്തില്ല. അവർ വർഷങ്ങളായിട്ട് ചെയ്തു. പക്ഷെ അവർക്കുള്ള മര്യാദ സ്വിഫ്റ്റിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഇല്ല എന്നൊരു പരാതി വ്യാപകമായി വന്നിട്ടുണ്ട്. എനിക്ക് ലഭിച്ച പരാതികളിൽ ഈ അടുത്ത കാലങ്ങളിൽ നടക്കുന്ന അപകട മരണങ്ങൾ കൂടുതലും സ്വിഫ്റ്റ് ഉണ്ടാക്കുന്നതാണ്. മര്യാദയില്ലാത്ത പെരുമാറ്റത്തിന് സ്ത്രീകളും കുട്ടികളും വരെ പരാതി പറയുന്നത് സ്വിഫ്റ്റിലെ കണ്ടക്ടർമാരെ പറ്റിയാണ്. അതുകൊണ്ട് ഇവിടെ ഉള്ളവർ, സ്വിഫ്റ്റിലെ സ്റ്റാഫിലുള്ളവർ മറ്റ് ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും ബോധവൽക്കരിച്ചുകൊള്ളുക, ആപത്താണ് എന്ന് മാത്രം പറയും. പിടിച്ചാൽ, പരാതി വന്നാൽ അതിതീവ്രമായ നടപടി ഉണ്ടാവും. കാരണം KSRTCയുടെ യജമാനൻ എന്ന് പറയുന്നത് പൊതുജനങ്ങളാണ്, ഇതിലെ യാത്രക്കാരാണ്. അഭിമാനത്തോടെ പറയാം, KSRTC ഏതാണ്ട് ഇന്നലെ 11 ഡിപ്പോ ഒഴിച്ച് ബാക്കി എല്ലാ ഡിപ്പോകളും 11 ഡിപ്പോകൾ ഒഴിച്ച് ബാക്കി ഡിപ്പോകൾ മുഴുവൻ പ്രവർത്തന ലാഭം കൈവരിച്ചു. പ്രവർത്തന ലാഭം എന്ന് പറഞ്ഞാൽ ജീവനക്കാരുടെ ശമ്പളം, വണ്ടിയുടെ ഡീസൽ, മെയിൻ്റനൻസ്, ഇതെല്ലാം കൂടെ കൂടുന്നത്. കൺസോർഷ്യത്തിന് 1 കോടി രൂപ ദിവസവും അടയ്ക്കുന്നതിന് ഒഴിവാക്കിയിരിക്കുകയാണ്. ബാക്കി എല്ലാ കണക്കുകളും, ഒരു ബസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്ന എല്ലാ കണക്കുകളും ചേർത്ത് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ആ ബസ് സ്റ്റേഷൻ പ്രവർത്തന ലാഭം കൈവരിച്ചു എന്ന് വെച്ചാൽ KSRTC ലാഭത്തിലായി എന്നല്ല. കാരണം കോടാനുകോടി രൂപ KSRTC കടം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ റണ്ണിംഗ് പ്രോഫിറ്റ് ഒരു ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ 93 ഡിപ്പോകളും KSRTC പ്രവർത്തന ലാഭം നേടും. അതായത് നഷ്ടവുമില്ല, ലാഭമില്ലാത്ത സ്ഥലങ്ങൾ ലാഭമുണ്ടാക്കുക. അതായത് നഷ്ടത്തിൽ -13-ൽ നിന്ന് കയറി വന്ന് -+1, +2, +3. അപ്പം ഒന്ന് ആലോചിക്കണം, അതിലൊരു എത്ര പോയിന്റ് മുന്നോട്ട് കയറിയെന്ന് ആലോചിക്കണം. താഴെ കിടക്കുകയാണ്. ആ നഷ്ടത്തിൽ നിന്ന് കര കയറി ആ ഡിപ്പോ ലാഭത്തിലായിക്കൊണ്ട് ചിലര് ബ്രേക്ക് ഈവനായി, ലാഭമില്ല നഷ്ടമില്ല. ചില ഡിപ്പോകൾ 10%-ലധികം പറഞ്ഞു. 10,000 ഡിപ്പോ തന്നെ നഷ്ടത്തിൽ കിടന്ന ഡിപ്പോയാണ്. ആ ഡിപ്പോ 16% വളർച്ചയാണ് കൈവരിച്ചിരുന്നത്. അതായത് ലാഭത്തിൽ കയറിയിട്ട് ബ്രേക്ക് ഈവൻ ആയിട്ട് പിന്നെയും 16%. അപ്പം കഴിഞ്ഞ ഒരു ഉത്രാടം നാളിൽ അവിടെ സമാഹരിച്ചത് 11.5 ലക്ഷം രൂപയാണ് ഒറ്റ ദിവസം. സാധാരണ അവിടെ ഉണ്ടായിരുന്ന പരമാവധി പോയാൽ 7, 6, 6.5 ആയിരുന്നു. അത് 11.5 ലക്ഷമായി വർദ്ധിച്ചു. അതിന്റെ അർത്ഥം എല്ലാ ഡിപ്പോകളിലെയും ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും KSRTCയിലെ ജീവനക്കാരും സജീവമായി ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഈ പ്രസ്ഥാനം വളരും എന്നതിന്റെ ഉദാഹരണം. മന്ത്രിയുടെ മിടുക്കൊന്നുമല്ല. അവരെ ഒന്നിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു, അല്ലെ പ്രമോദിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ. പ്രമോദ് ഒരു CMD എന്ന നിലയിൽ അവരെ ഒന്നിപ്പിക്കാനും രാപകലില്ലാതെ ജോലി ചെയ്തുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ രാത്രി 2 മണി വരെ ജോലി ഓഫീസിൽ, രാത്രി 2 മണിക്കും ഓഫീസിൽ കാണും. അത് കഴിഞ്ഞ് വീട്ടിൽ പോകും. രാവിലെ 8-8:30 മണിയാകുമ്പോൾ വീണ്ടും രംഗപ്രവേശം ചെയ്യും. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഫോൺ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം തോന്നി. പ്രമോദ് എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ പറഞ്ഞു സെൻട്രൽ വർക്ക്സ് നിൽക്കുകയാണ് ഞായറാഴ്ച.
ആത്മാർത്ഥതയോടെ KSRTC അദ്ദേഹത്തിന്റെ പിതാവ് KSRTC ഒരു ജീവനക്കാരനായിരുന്നു. ആ താല്പര്യം KSRTC അദ്ദേഹം കാണിക്കുന്നതുകൊണ്ടാണ് ഈ മികച്ച നേട്ടം കൈവരിക്കാൻ എല്ലാ ദിവസവും ആക്സിഡന്റ് എല്ലാ ദിവസവും മോണിറ്റർ ചെയ്യും, എല്ലാ ആഴ്ചയിലും മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ അവർ കഴിഞ്ഞു എന്നുള്ളതാണ് ഇത്.